രാവിലത്തെ ഫുഡ് ഉണ്ടാക്കലും പിന്നെ അഫിയുടെ ലഞ്ച് ബോക്സ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് ഷൂ ഇടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചപ്പം നിതിമോള ചാടി വന്നിട്ട് അത് ഇടാൻ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവളെ ഞാൻ മാറ്റി വിട്ടിട്ട് അവനത് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു രസത്തിന് അവളുടെ മുടിയൊന്ന് കെട്ടിവെച്ച് കൊടുത്തതാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഫോട്ടോ എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ ആൾ തന്നെ ആ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഭിത്തിയുടെ അവിടെ ചാരി നിൽക്കുന്നതാണ് കേട്ടോ. ഇന്നാ എടുത്തോ എന്നുള്ള രീതിയിൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പോസ് ചെയ്യാനിപ്പം ആൾ മിടിക്കുകയാണ്. അങ്ങനെ പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് സലാമൊക്കെ പറഞ്ഞിട്ട് അവൻ എന്താ ഇറങ്ങി. ഇന്നിപ്പോൾ അവന് എക്സാമാണ് കേട്ടോ. പിന്നെ എനിക്ക് രാവിലെ ഒട്ടും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എടിപിടിയെന്നായിരുന്നു ഫുഡൊക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ലഞ്ച് ബോക്സ് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ പോവുകയാണ്. മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് ഈ വഴിക്ക് പോകുന്നത് കുറച്ച് റിസ്ക്കാണ്. പിന്നെ സൂക്ഷിച്ചും കണ്ടൊക്കെ ഞങ്ങൾ ഒരുവിധം ദേ ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റേ വഴിയിലൂടെ പോകാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല. എല്ലാ പ്രാവശ്യത്തെക്കാട്ടിലും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ് നേരത്തെ ഇറങ്ങണം കേട്ടോ മറ്റേ വഴി പോകണമെങ്കിൽ. പിന്നെ എല്ലാ ദിവസവും ഈ പാലാഴി ബസ്സിന് തൊട്ട് മുമ്പേ അല്ലെങ്കിൽ പാലാഴി പോയ ഉടനെ തന്നെ നമ്മുടെ സ്കൂൾ ബസ് വരുന്നതാണ്. ഇന്ന് പക്ഷേ ആ കുട്ടികളെല്ലാം കയറി പോയിട്ടും നമ്മുടെ ബസ് വന്നില്ല കേട്ടോ. പിന്നെ കുറേ സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് വന്നത്. ഇന്ന് ലേറ്റ് ആയെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ അവനെ കയറ്റി വിട്ടു. ഞാനത് തിരിച്ചു പോവുകയാണ്. അപ്പോഴേക്കും ഇങ്ങനെ മഴ മൂടി തുടങ്ങി. ഞാൻ കുട എടുത്തിട്ട് തന്നെയാണ് വന്നത്. പക്ഷെ ഇവിടെ എത്തണ വരെ പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എത്തിയ ഉടനെ തന്നെ ചായ കുടിച്ചു. രാവിലെ എഴുന്നേറ്റ് ഒരു ചായ പോലും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന്. പിന്നെ അടുക്കളയൊക്കെ ഇങ്ങനെ മൊത്തം നാശമായി കിടക്കായിരുന്നു. അങ്ങനെ പാത്രങ്ങൾ ആദ്യം ഫുള്ള് കഴുകി വെച്ചു. എന്നിട്ട് പിന്നെ നിധിക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. നിധിക്ക് നമ്മൾ കഴിക്കുന്ന ആ സെയിം ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഈ കുറുക്കുണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇത് മറ്റേ ഈ ഏത്തയ്ക്ക പൊടി ഉണ്ടല്ലോ, അതിങ്ങനെ ഉണക്കിയിട്ട് പൊടിക്കുന്നത് അതാണ്. അപ്പോൾ ഞാൻ അത് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ എന്താണ് കരിപ്പെട്ടി ശർക്കരയില്ലേ, അത് ഞാൻ ജസ്റ്റ് വെള്ളത്തിൽ ഇങ്ങനെ അലിയിച്ചിട്ട് അരിപ്പയിൽ ഊറ്റിയിട്ട് അരിച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തരി ഉണ്ടാകും. അപ്പോൾ അരിച്ചിട്ട് തന്നെയാണ് അതിലേക്ക് ഒഴിച്ചത്. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഈ കട്ട കെട്ടി കിടക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇളക്കുമ്പോഴാണ് ആ കട്ട പോവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അത് കുറുക്കുണ്ടായി കഴിയുമ്പോഴത്തേക്ക് അത് തന്നെ ഇങ്ങനെ തെളിഞ്ഞ് കിടക്കും. അപ്പോൾ ആ കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം അതൊന്ന് കുറുക്കി എടുക്കാം കേട്ടോ. അപ്പം നിധിക്ക് ഇങ്ങനെ ഭയങ്കര കട്ടിയാവുന്നത് ഇഷ്ടമല്ല. ഈ ഒരു ലെവലിൽ വേണം. അങ്ങനെ അതുണ്ടാക്കി ഒന്ന് ആറാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ അടുക്കള ഫുള്ളൊന്ന് തൂത്തുടച്ച് വൃത്തിയാക്കി. അതിനുശേഷം അവൾക്ക് ഫുഡ് കൊടുത്തു. പിന്നെ അവളെ ഇന്ന് പുറത്ത് നിർത്തിയാണ് കുളിപ്പിച്ചത്. അപ്പോൾ വെറുതെ രസം തോന്നി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതേ ഇങ്ങനെ ഒന്ന് കെട്ടി നോക്കിയതാണ് കേട്ടോ. പിന്നെ അവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് അവളെ ഒന്ന് കിടത്തി ഉറക്കി. ഉച്ചയ്ക്ക് ഇതേ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ പാവയ്ക്ക കൊണ്ടോട്ട് ഉണ്ടാക്കി. പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു, ബീട്രൂട്ട് തോരൻ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ ചെറുതായിട്ടൊന്ന് മയങ്ങിയപ്പോഴേക്കും നിധിമോൾ എഴുന്നേറ്റു കേട്ടോ. അതിനുശേഷം പിന്നെ അഫീനെ വിളിക്കാൻ പോകാനുള്ള സമയമായി. ആ സമയം മൊത്തം മഴയായതുകൊണ്ട് ആ വഴി ഒന്നും കൂടെ നാശമായിട്ടോ. പിന്നെ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ബാങ്ക് വിളിച്ച ഉടനെ തന്നെ നമ്മുടെ ബസ് വരുവേ. അങ്ങനെ അതേ ബസ് വന്നു. ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അപ്പുറത്തെ കടയിൽ നിന്ന് ബിസ്ക്കറ്റും മിച്ചറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ 2 ആടിനെ കണ്ടപ്പോൾ അഫി അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. അതിന് ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോകുന്നതൊക്കെ. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നിധിക്കുട്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാനിട്ട് ഇക്കാനെ വാന്നും പറഞ്ഞ് കൈ നീട്ടി വിളിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ പോയി നമസ്കാരമൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ ഒന്ന് ചായ വെച്ചു. പിന്നെ വൈകിട്ടത്തേക്ക് അരി ഇടാനുണ്ടായിരുന്നു, അതും ഇട്ടു. ഇന്ന് ചായക്ക് പാർലേജി ബിസ്ക്കറ്റും മിച്ചറുമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ബിസ്ക്കറ്റ്. പക്ഷെ പണ്ടത്തെ ടേസ്റ്റ് ഇപ്പോഴില്ല കേട്ടോ.